നിങ്ങളൊരു യോഗ അറിയാവുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പം യോഗ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം ആളുകളെ യോഗ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ സെൻറ്റർ ഉണ്ടായിരിക്കാം, അല്ലേ? എന്നാൽ ഈ കൊറോണയുടെ സാഹചര്യത്തിന് ശേഷം, അല്ലേ, ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നില്ലായിരിക്കാം. പഴയതുപോലെ ഒരുപാട് ആളുകൾ നേരിട്ട് പഠിക്കാൻ വരുന്നില്ലായിരിക്കാം. ശരിയല്ലേ? ഇതൊരു പ്രോബ്ലം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പം സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ ആയിരിക്കും അവർക്ക് സെഷൻസ് പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഒരു സമയത്ത്, ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ശരിയല്ലേ? ഇതായിരിക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. ശരിയാണോ അല്ലയോ? താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശാശ്വതമായിട്ട് ഈ ഒരു നിങ്ങളുടെ നോളജിനെ, യോഗ മേഖലയിലുള്ള നിങ്ങളുടെ നോളജിനെ എങ്ങനെ ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് കൺവേർട്ട് ചെയ്യാം? നിങ്ങളുടെ നോളജിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലി സ്കെയിലപ്പ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? ഓക്കെ, എൻ്റെ പേര് ജയൻ പ്രഭാർ. ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ്. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ യോഗ നോളജിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡിജിറ്റൽ ബിസിനസ്സാക്കി മാറ്റുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നിങ്ങൾ സാധാരണ യോഗ ക്ലാസ്സുകളായിരിക്കും എടുക്കുന്നത്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള 1 മന്ത് കോഴ്സ്, 2 മന്ത് കോഴ്സ്, അല്ലെങ്കിൽ 3 മന്ത് കോഴ്സ്, അല്ലെങ്കിൽ വീക്ക്ലി കോഴ്സസ്, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? എന്നാൽ ആ യോഗയെ ആരോഗ്യമായിട്ടൊന്ന് കണക്ട് ചെയ്യുക, ഹെൽത്ത് മേഖലയായിട്ട്. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ യോഗയെ കൊടുക്കാം. അല്ല, യോഗ തെറാപ്പി എന്നുള്ളൊരു അപ്രോച്ചിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ സ്പേസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധശേഷി ഇല്ലാത്ത വ്യക്തികൾ, നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പോസ്റ്റ് കോവിഡ് സാഹചര്യത്തിൽ പല ആളുകൾക്കും രോഗപ്രതിരോധ ശക്തി ഇല്ല. ശരിയല്ലേ? എങ്ങനെ രോഗപ്രതിരോധ ശേഷി നേടണം എന്ന് പല ആളുകൾക്കും അറിയത്തില്ല. ഈവൻ ആരോഗ്യ മേഖലയുള്ള ആളുകൾക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ശരിയല്ലേ? അപ്പോൾ ഒരു യോഗ തെറാപ്പിയിലൂടെ നിങ്ങൾക്കൊരു യോഗയുടെ ഒരു പാക്കേജ്, കുറച്ച് പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരു 30 ഡേയ്സ് കൊണ്ട്, ഒരു 30 ദിവസം കൊണ്ട്, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, ഒരു 30 ദിവസം കൊണ്ട് എങ്ങനെയാണ് പൂർണ്ണമായിട്ടും രോഗപ്രതിരോധ ശക്തി നേടുന്നത് ത്രൂ യോഗ തെറാപ്പിയിലൂടെ. അപ്പോൾ എന്താണ് അവിടെ നമ്മളെന്താണ് ഈ ഒരു കാര്യത്തിലൂടെ ആളുകളിലേക്ക് കൊടുക്കുന്നത്? ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നമ്മൾ കൊടുത്തു. എന്താണ് പ്രശ്നം? ഇമ്മ്യൂണിറ്റി ഇല്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ശരിയാണല്ലോ? ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട്, അല്ലേ? ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? യോഗ തെറാപ്പി കൊടുത്തു. അപ്പോൾ നിലവിലുള്ള യോഗ ക്ലാസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് യോഗ തെറാപ്പി എന്നുള്ള ആ ഒരു മൊഡ്യൂളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ഡെവലപ്പ് ചെയ്തപ്പോൾ, അതൊരു കോഴ്സാക്കി മാറ്റാനായിട്ട് സാധിച്ചു. ശരിയല്ലേ? അപ്പോൾ ഇനിയും ചെയ്യേണ്ട കാര്യം, ഇതിനെ ഒരു റെക്കോർഡഡ് കോഴ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഒന്ന് 30 ഡേയ്സ് ചലഞ്ച് അല്ലെങ്കിൽ 90 ഡേയ്സ് ചലഞ്ച്, അത് ബേസ്ഡ് ഓൺ നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, നിങ്ങളുടെ ആ ഒരു മേഖലയിലെ വൈദഗ്ധ്യവും റിസൾട്ടും അനുസരിച്ച് വേണം നിങ്ങൾക്ക് ഡേയ്സ് സെറ്റ് ചെയ്യാൻ. എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യേണ്ടത്, എത്ര ദിവസം കൊണ്ട് ആളുകൾക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ തേടി വരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് നിങ്ങളുടെ കോഴ്സിലൂടെ പ്രയോജനം ഉണ്ടാവണം. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അതല്ല, മറ്റൊരു ഉദാഹരണം. അപ്പം ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് സ്പേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഡയബറ്റിക്കിന് വേണ്ടി യോഗ തെറാപ്പി കൊടുക്കാം. ഇനി അതല്ല, ദഹനമില്ലായ്മയ്ക്ക് വേണ്ടി യോഗ തെറാപ്പി കൊടുക്കാം, അല്ലെങ്കിൽ സ്കിൻ ഡിസീസിന് വേണ്ടി യോഗ തെറാപ്പി കൊടുക്കാം, തിമിരത്തിന് വേണ്ടി യോഗ തെറാപ്പി കൊടുക്കാം, ഇപ്പോൾ ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള യോഗ തെറാപ്പി കൊടുക്കാം, കാർഡിയാക് പേഷ്യൻസിന് വേണ്ടി യോഗ തെറാപ്പി കൊടുക്കാം. പല ഏരിയാസ് ഉണ്ടല്ലേ. അപ്പം ഹെൽത്ത് സ്പേസുമായിട്ട് കണക്ട് ചെയ്യുമ്പം അൺലിമിറ്റഡ് സാധ്യതയാണ് ഈ ഒരു യോഗ എന്നുള്ള കോൺസെപ്റ്റിന് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു നന്മയായിരിക്കും. കാരണം ആളുകൾക്ക് നിങ്ങളുടെ കോഴ്സിലൂടെ വലിയ രീതിയിൽ മാറ്റം നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ റെക്കോർഡഡ് കോഴ്സസ് അവർ വാങ്ങുമ്പോൾ, അവരത് പഠിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ സെൻറ്ററിലേക്ക് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ സമയവും അനുസരിച്ച് കാരണം ഒരാളുടെ സമയം മറ്റുള്ളവർക്ക് കൺവീനിയൻ്റ് ആണെന്ന് നിർബന്ധമില്ല. ശരിയല്ലേ?
അപ്പോൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലയൻസിന്. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, അവർ ഏത് യാത്രയിലാണെങ്കിൽ പോലും, ഇനി അവരുടെ വീട്ടിലില്ല, യാത്രയിലാണെങ്കിൽ പോലും എവിടെയാണോ അവരുള്ളത് അവരുടെ നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് ആ പോസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, അവർക്ക് ഡെയിലി ബേസിസിൽ റിസൾട്ട് കിട്ടും. അവരുടെ കൺവീനിയൻ്റ് അനുസരിച്ച് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഇതിനെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സാധ്യത നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ആളുകൾ യോഗ തെറാപ്പി പോലുള്ള പ്രോസസ്സ് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോച്ചിങ് മേഖലയിൽ. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം കേരളത്തിൽ ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണൊരു ഇൻസ്റ്റൻറ്റ് മോഡൽ കോഴ്സാക്കി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യേണ്ടത്, ഇനി നിങ്ങളുടെ ആബ്സൻസിൽ പോലും എങ്ങനെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്, സപ്പോർട്ട് ഓട്ടോമേഷൻ, ലീഡ് ഓട്ടോമേഷൻ, സെയിൽസ് ഓട്ടോമേഷൻ, നിങ്ങളുടെ സെഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആബ്സൻസിൽ പോലും നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് നിങ്ങളുടെ യോഗ ക്ലാസ് പരിശീലിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ലൈവ് സെഷൻ 90 മിനിറ്റ്സ് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മേഖലയിൽ. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.